ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ റഷ്യൻ കമ്പനികൾ ഇന്ത്യക്ക് ഇരട്ടി ഡിസ്കൗണ്ട് നൽകാൻ പോവുകയാണ്. ഇതോടുകൂടി ഇന്ത്യൻ ഓയിൽ കമ്പനികൾക്ക് കോളടിച്ചു എന്ന് തന്നെ പറയാം. കാരണം ശതകോടികളുടെ ലാഭമാണ് ഉണ്ടാകാൻ പോകുന്നത്. എത്ര ശതമാനമാണ് ഡിസ്കൗണ്ട് നൽകിയത്? ഇത് ഇന്ത്യൻ കമ്പനികളുടെ ഇറക്കുമതിയിൽ എത്രത്തോളം ലാഭമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? എന്തുകൊണ്ടാണ് ഈ റഷ്യൻ കമ്പനികൾ ഇന്ത്യൻ കമ്പനികൾക്ക് ഇത്രമാത്രം ഒരു ഡിസ്കൗണ്ട് നൽകാൻ തയ്യാറായി പോകുന്നത് എന്നൊക്കെയാണ് നാം ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, ഇൻഫോർമേറ്റീവ് ആയതും ഗ്ലോബൽ പൊളിറ്റിക്സ് ആയ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കൂ. അതായത് കഴിഞ്ഞ ജൂലൈ തുടങ്ങി കഴിഞ്ഞ മാസം ഓഗസ്റ്റ് വരെയുള്ള ഇന്ത്യൻ ഇറക്കുമതി 6% വർധനമാണ് ഇക്കഴിഞ്ഞ മാസങ്ങളിൽ, സെപ്റ്റംബർ തുടങ്ങിയ മാസങ്ങളിലായി ഇന്ത്യൻ ഓയിൽ കമ്പനി റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. കാരണം എന്താണെന്ന് അറിയാമോ? ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ ബാരലിന് ക്രൂഡ് ഓയിലിന് ഒരു മാർക്കറ്റ് വിലയേക്കാൾ $1 കുറവിനാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഇതിപ്പോ വരും മാസങ്ങൾ, അതായത് നവംബർ മാസങ്ങളിലോടുകൂടി അല്ലെങ്കിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിലോടുകൂടി ഈ ഡിസ്കൗണ്ട് 1 മുതൽ $2.50 വരെ ആക്കി ഡിസ്കൗണ്ട് ആക്കി കുറയ്ക്കുവാൻ വേണ്ടിയാണ് റഷ്യൻ കമ്പനികൾ കൊടുക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത്. കാരണം എന്താണെന്ന് അറിയാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കാം, ഒരു ഡോളറിൽ നിന്ന് $2.50 വർദ്ധിപ്പിക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന ലാഭമെന്ന്. വളരെയേറെ, അതായത് ഈ ഇറക്കുമതിയിൽ ശതകോടികളുടെ ലാഭമാണ് ഇന്ത്യൻ കമ്പനികൾക്ക്. ഈ ബാരലിന്, ക്രൂഡ് ഓയിൽ ബാരലിന് $1 കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ $2.50 കുറക്കുമ്പോൾ ശതകോടികളുടെ ലാഭമാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് റഷ്യൻ കമ്പനികൾ ഇങ്ങനെ കുറയ്ക്കുന്നത് എന്നറിയാം. അതായത് ആദ്യം നമ്മൾ എണ്ണ എത്രമാത്രം ഇറക്കുന്നുണ്ടെന്ന് നോക്കാം. കഴിഞ്ഞ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ ഇറക്കിയിരുന്നതിനേക്കാളും ഈ മാസം 17%, ഒരു ദിവസം പ്രതിദിനം 17 ലക്ഷം ക്രൂഡ് ഓയിൽ ബാരലുകളാണ് ഇന്ത്യൻ കമ്പനികൾ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുന്നത്. കഴിഞ്ഞ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ ഇറക്കിയതിനേക്കാൾ 6% വർധനമാണിത്. ഈ മേഖലയിലെ നിരീക്ഷണ ഏജൻസിയായ ക്ലെപ്പറിന്റെ ഒരു കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. അപ്പോൾ എത്രമാത്രം ലാഭമാണ് ഈ കമ്പനികൾ കൊയ്യുന്നത് എന്നറിയാമോ? $2.50 ആകുമ്പോൾ ഇറക്കുമതിന് ഒരുപാട് ലാഭം കിട്ടുന്നു. അപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ട് $1 നിന്ന് $2.50 എത്തുമ്പോൾ വരും മാസങ്ങളിൽ, അതായത് ഈ മാസം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വളരെയേറെ വർധനമായിട്ട് ഇന്ത്യൻ കമ്പനി റഷ്യയിൽ നിന്ന് വൻതോതിൽ ഓയിൽ വാങ്ങിച്ചു കൂട്ടുവാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഡിസ്കൗണ്ട് കൊടുക്കാൻ കാരണം എന്താണ്? ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് 25% തീരുവ, അത് പിന്നീട് 50 ആക്കി, അതിൽ കൂടാതെ പെനാൽറ്റി ഒക്കെ ആക്കി വർദ്ധിപ്പിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യൻ കമ്പനികൾ അമേരിക്കൻ കമ്പനികളിൽ നിന്ന് എണ്ണ വാങ്ങാൻ പല ഇന്ത്യൻ കമ്പനികൾ തീരുമാനിച്ചിരുന്നു. ആ ഒരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. പക്ഷെ ഇന്ത്യക്ക് തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഒരു പൊതുവെ സാധുവായിട്ടില്ല. അതിന്റെ ചർച്ചകൾ ഇപ്പൊ അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ മഞ്ഞുരുക്കുന്ന സമയമൊക്കെ ആയി എന്ന് പറയുന്നു. ഇതിനെ തടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ തന്നെ പരമ്പരാഗതമായി ഇന്ത്യ എണ്ണ വാങ്ങുന്ന സ്രോതസ്സായ ആഫ്രിക്കൻ കമ്പനികൾ അല്ലെങ്കിൽ ഈ ഗൾഫ് രാജ്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ തീരുവർദ്ധനവുമായി ഒരു സമവായം ഉണ്ടാക്കുവാൻ പല ഇന്ത്യൻ കമ്പനികൾ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുവാൻ ഒരു ലക്ഷ്യമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് വിവരം. അപ്പോൾ അതിനൊക്കെ ഇത് കടത്തിവെട്ടാൻ വേണ്ടിയാണ് റഷ്യ ഈ ഒരു ബാരലിന് $1 എന്ന രീതിയിൽ നിന്ന് $2 മുതൽ $2.50 വരെ വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ തയ്യാറാവുന്നത്. അതുമൂലം ഇന്ത്യക്ക് ശതകോടി ഡോളറിന്റെ ഒരു ലാഭമാണ് ഇന്ത്യൻ കമ്പനികൾക്ക് ഇതുമൂലം ലഭിക്കുവാൻ പോകുന്നത്. അത്രയും വളരെയേറെ കുറവിനായിരിക്കും ലക്ഷം, ഒരു ദിവസം 17 ലക്ഷം ബാരലൊക്കെ വരുന്നത്. അത് ഇനിയും വർധനവാണ്. അതായത് കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ചിട്ട് 6% വർധനവുണ്ടായി. നവംബർ വരും മാസങ്ങളിൽ ഇനിയും വർധനവ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കമ്പനികൾക്ക് വളരെയേറെ ഇതാണ്. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് എടുത്ത നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക തീരുവ കൂട്ടി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ കമ്പനികൾ നിർബാധം തുടരുന്നു. അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന നിർബാധം തുടരുന്നു. ലോകത്തിൽ റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് ചൈനയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രണ്ടാമത്തെ രാജ്യമായ ഇന്ത്യയെ പിണക്കാതിരിക്കാനും റഷ്യൻ ഓയിൽ ഇന്ത്യൻ ഇറക്കുമതി കൂട്ടുവാനും വേണ്ടിയാണ് ഈ ഒരു തരത്തിൽ ഇത്തരം വലിയൊരു വർധനവ് അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട്, വിലയിൽ ഒരു ഡിസ്കൗണ്ട് റഷ്യൻ കമ്പനികൾ ഏർപ്പെടുത്തിയതായിട്ടാണ് വിവരം. അതായത് ഏതായാലും ഇന്ത്യൻ കമ്പനികൾക്ക് ഇത് ഗുണമുണ്ടാവും. പക്ഷെ പല വിമർശനങ്ങളും വരുന്നുണ്ട്. ഒരു പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വളരെയേറെ വില കുറവിന് കിട്ടുന്നില്ല എന്നൊരു വിമർശനങ്ങൾ വരുന്നുണ്ട്. അതിന്റെ മെറിറ്റിലും ഡിമെറിറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.